ഏകദേശം 10-40 വർഷം മുമ്പ് ഇവിടെ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് ഇതിലുള്ള പായലിലെ മുങ്ങി മരിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അത്ര കട്ടിയായിട്ടായിരുന്നു പായല് അന്ന് ഈ കുളത്തിൽ നിറഞ്ഞിരുന്നത്. അതിന്റെ അടിയിൽ മുങ്ങിയാൽ പൊങ്ങുവാൻ പോലും കഴിയാത്ത രീതിയിൽ ആയിരുന്നു ഈ ക്ഷേത്രക്കുളത്തിന്റെ സ്ഥിതി. അതോടൊപ്പം തന്നെ വളരെ കട്ടിയായിട്ട് ചേറും മറ്റുള്ള മാലിന്യങ്ങളും ഇവിടെ അടിഞ്ഞുകൂടിയിരുന്നു. അത് വൃത്തിയാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു തദ്ദേശ ഗവൺമെന്റിന്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നമുക്ക് അമൃത് പദ്ധതിയുമായി ചേർന്നുകൊണ്ട് ഈ കുളം നവീകരിക്കുന്നതിനായിട്ട് ഒരു പ്ലാൻ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഏകദേശം 80 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമുക്ക് ഈ മണിമംഗലം ക്ഷേത്രക്കുളം നവീകരിക്കുവാനായിട്ട് പറ്റിയത്. ഏകദേശം 80 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചെലവ് വന്നത്. അതിന്റെ 50% കേന്ദ്ര ഗവൺമെന്റും അതോടൊപ്പം തന്നെ 37% സംസ്ഥാന ഗവൺമെന്റും 13% നഗരസഭയും എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. ബഹുമാന്യനായ കോൺട്രാക്ടർ ശ്രീ സുനിൽ അത് വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ചുറ്റും ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്നതിന് മറ്റൊരു പ്രോജക്റ്റ് കൂടി ഇപ്പോൾ പാസ്സായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ടെൻഡറിങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു കുളത്തിന്റെ മാത്രമല്ല, നമ്മുടെ അരയാവളങ്ങര കുളത്തിൽ 17-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അരയാവളങ്ങര കുളത്തിന് കൂടി ആ ഒരു തുക ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 30 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ആ കുളത്തിന് ചുറ്റും പാർക്ക് നിർമ്മിക്കുന്നതിന് അതോടൊപ്പം ഓപ്പൺ ജിം പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമായിട്ട് അവിടെ ഒരു 30 ലക്ഷവും, ഇവിടെ ഇതിന് ചുറ്റും ഒരു വാക്വേ ഉൾപ്പെടെ വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കത്തക്ക രീതിയിൽ മറ്റൊരു പദ്ധതി കൂടി അമൃതിൽ 25 ലക്ഷം രൂപ മുടക്കി നമുക്ക് തുടങ്ങുന്നതിന്റെ ആദ്യഘട്ടമല്ല ടെൻഡറിംഗ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കമ്പനി ടെൻഡർ എടുത്ത്, ഒരു ഗവൺമെന്റ് അക്രഡിറ്റഡ് കമ്പനി ടെൻഡർ എടുത്ത് അടുത്ത ദിവസം തന്നെ അതിന്റെ പദ്ധതികൾ തുടങ്ങും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള അമൃതിന്റെ പദ്ധതികൾ ഹരിപ്പാട് നഗരസഭയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 7 ലക്ഷം ലിറ്റർ വെള്ളം സംഭരണ ശേഷിയുള്ള ഒരു ഓവർഹെഡ് ടാങ്കിന്റെ ശിലാസ്ഥാപനം തുടങ്ങി അതിന്റെ ഏകദേശം 56ഓളം പൈലുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ അതിന്റെ മുകളിലോട്ടുള്ള പണികൾ തുടങ്ങിയാൽ മതി എന്ന ഘട്ടത്തിലെത്തിയിരിക്കുക. അതോടൊപ്പം തന്നെ ഹരിപ്പാട് വളരെ ബുദ്ധിമുട്ടുള്ള കുടിവെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ടുള്ള 2 പ്രദേശങ്ങളാണ്. ഒന്ന് വെട്ടുവേലിയുടെ ഭാഗവും അതോടൊപ്പം തന്നെ പുലാപ്പുഴ ഭാഗവും. ഹരിപ്പാട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുവാൻ ഇനിയും 1-2 വർഷം കൂടി എടുക്കുമെങ്കിൽ പോലും അതുവരെയുള്ള സമയത്തേക്ക് നമുക്ക് കുടിവെള്ളം ലഭിക്കുന്നതിനായിട്ട് 2 ബോർവെല്ലുകൾ ഏകദേശം 80 ലക്ഷം രൂപ മുടക്കിയാണ് 2 ബോർവെല്ലുകൾ, അതിന്റെ വിതരണ ശൃംഖലയും അതോടൊപ്പം തന്നെ അതിന്റെ പൈപ്പ് ലൈനും ഒക്കെ പമ്പ് ഹൗസ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനായിട്ട് അമൃത് ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. അമൃതിന്റെ മറ്റൊരു പദ്ധതികൾ അമൃത് മിത്രയിൽ ഉൾപ്പെടുത്തിയാണ് ഹരിപ്പാട് ടൗണിന്റെ അകത്തുള്ള ബ്യൂട്ടിഫിക്കേഷൻ പരിപാടി നമ്മൾ ഹാൻഡ് റെയിലിൽ ചെടികൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ചെയ്തത്. ഞാൻ ഇത് സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട MP ഇരിക്കുന്നതുകൊണ്ടാണ് ഈ അമൃത് പദ്ധതിയിൽ ഊന്നിക്കൊണ്ട് തന്നെ സംസാരിച്ചത്. ഇത്രയും പദ്ധതികളാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ CFC ഫണ്ടുകൾ. സുപ്രധാനമായ ഒരു ദിവസമാണ്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ അന്ന് ഈ മണിമംഗലത്ത് വന്ന് താമസിച്ചിട്ട് ഇവിടെ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു ദർശനം നടത്തിയിരുന്നത്. അന്ന് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാര് ബാലമുരുകൻ ക്ഷേത്രത്തിൽ ഇവിടെ ഭക്ത്യാദരപൂർവം ദർശനം നടത്തി ഈ കുളം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ഞാൻ വളരെ കുട്ടിക്കാലത്ത് ഇവിടെ ഈ പ്രദേശത്ത് വരുമ്പോൾ, എന്റെ പേരമ്മയുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ഈ കുളം കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ എന്റെ മനസ്സിലെ ആഗ്രഹമാണ് ഈ കുളം വലുതായി വൃത്തിയാക്കണം എന്നുണ്ടായിരുന്നു. ഏതായാലും ഹരിപ്പാട് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ രാമകൃഷ്ണനെയും ഇവിടുത്തെ വാർഡ് കൗൺസിലർ മഞ്ജുഷ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിമനോഹരമായി ഈ 80 ലക്ഷം രൂപ മുടക്കി പൂർത്തിയാക്കി കഴിഞ്ഞ് ചരിത്ര പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ഇത് ഉണ്ടായത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ MP പറയുന്ന MPക്ക് ഒത്തിരി പരിപാടി ഉച്ചയ്ക്ക് മുമ്പുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫ്ലഡിൽ നമുക്ക്
8 റോഡുകൾ അനുവദിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലേക്ക് അനുവദിച്ച കാര്യം കൂടി ഞാൻ അറിയിക്കുന്നു. നാഗാലിൽ ഒതളക്കുഴി റോഡ്, സൗഗന്ധിക SN ട്രസ്റ്റ് സ്കൂൾ റോഡ്, തിരുമലശ്ശേരി ക്ഷേത്രം കളഭം ആലമ്പള്ളി റോഡ്, കൊറ്റശ്ശേരിൽ NSS കരയോഗം റോഡ്, മണിമംഗലം കളീക്കൽ കോട്ടയിൽ റോഡ്, ഓമല്ലിൽ സായുജ്യം റോഡ്, ശബരി ഊഞ്ഞാമടം റോഡ്. ഓരോ റോഡിനും 10 ലക്ഷം രൂപയാണ് ഇവർ അനുവദിച്ചിട്ടുള്ളത്. പഴയതുപോലെ അല്ല, ഇപ്പം കോൺട്രാക്ടർമാർക്ക് പണം ഫ്ലഡിലുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അതാത് സ്ഥലത്തെ കൗൺസിലർമാർ ഇൻട്രസ്റ്റ് എടുത്താൽ പെട്ടെന്ന് ഇത് തുടങ്ങാൻ കഴിയും. അപ്പൊ ഈ റോഡുകൾ ഇന്നലെ അനുവദിച്ച് ഉത്തരവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ MP നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി, റെയിൽവേ വികസനത്തിന് വേണ്ടി അദ്ദേഹം തന്നെ DRM ഉൾപ്പെടെയുള്ള സദേൺ റെയിൽവേയുടെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുമായി വന്ന് കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുകയുണ്ടായി. മേൽപ്പാലങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം താല്പര്യമെടുക്കുന്നു. ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഹരിപ്പാടിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ധാരാളം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. തീർച്ചയായും അതിന് അദ്ദേഹത്തോട് ഈ നാടിന്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അമൃത് 2.0 പദ്ധതിയിൽപ്പെടുത്തിയിട്ട് ഹരിപ്പാട് മണിമംഗലം ശ്രീ ബാലമുരുക ക്ഷേത്രത്തിന്റെ കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. കുളം നവീകരിക്കുക എന്ന് പറയുന്നത് ക്ഷേത്രവിശ്വാസികളെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യമാണ്. ഒരു നാടിന്റെ ഐശ്വര്യത്തിന് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നമ്മളെല്ലായ്പ്പോഴും പറയുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ഷേത്രങ്ങളിലെ കുളങ്ങളുടെ നവീകരണം. ഓരോ ക്ഷേത്രക്കുളങ്ങളെയും ബന്ധപ്പെടുത്തി നമുക്കറിയാം വിശ്വാസങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളുണ്ട്. അപ്പോൾ കുളങ്ങൾ അന്യാധീനപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ മലീമസമായി പോകുന്നതൊക്കെ തന്നെ നമ്മളെല്ലാം മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ക്ഷേത്രക്കുളങ്ങൾ നവീകരിക്കുക എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനുപരിയായിട്ട് മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലെ കുളങ്ങളായാലും തോടുകളായാലും അതുപോലെയുള്ള എല്ലാ ജലനിർവഹണ മാർഗങ്ങളായാലും ഒക്കെ തന്നെ അത് നാടിൻ്റെ കാലാവസ്ഥയെ തന്നെ വ്യക്തമായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്ന മേഖലകളിലൊക്കെ തന്നെ ക്ഷേത്രക്കുളങ്ങൾ നവീകരിക്കുക എന്ന് പറയുന്നത് ഭാഗമായിട്ട് മറ്റു സാധാരണ കുളങ്ങളും പൊതുക്കുളങ്ങളും ഒക്കെ തന്നെ നവീകരിക്കുക എന്നത് ഭാഗമായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ കുളങ്ങളുടെ നവീകരണം സമൂഹത്തിന് ഏറ്റവും ഗുണമുള്ള കാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചതും അത് വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർക്കുന്നതിൽ നല്ല ഒരു ഉദ്യമത്തിനാണ് ഹരിപ്പാട് നഗരസഭ അമൃത് പദ്ധതിയിൽപ്പെടുത്തി മുൻകൈ എടുത്തിരിക്കുന്നത്. ഇതിൽ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ദിശയുടെ മീറ്റിങ്ങിൽ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അവലോകനം ചെയ്ത മീറ്റിങ്ങിൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും കൂടുതൽ കുളങ്ങളെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുളങ്ങൾ നവീകരിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് വേണ്ടി മാത്രമല്ല, നാടിന് പൊതുവായിട്ട് ഉപകരിക്കുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിനെ ഇനിയും നമ്മൾ പരിശ്രമം തുടരും. ഹരിപ്പാട് അമ്പലത്തിലും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഒരു 60 വർഷത്തോളം ചിലവഴിച്ച് അവിടെയും ക്ഷേത്രകുളങ്ങൾ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം നാടിന്റെ പ്രയോജനപ്രദമാകുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ദീർഘമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ സൂചിപ്പിക്കേണ്ട MLA-യും നമ്മുടെ ചെയർമാനും സൂചിപ്പിച്ചതുപോലെ ദേശീയപാതയും റെയിൽവേയും എന്നും നമുക്ക് വലിയ തലവേദന തരുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരുപാട് സങ്കടങ്ങളും പരാതികളും നമ്മുടെ യാത്രക്കാരുടെ അസോസിയേഷനുകളൊക്കെ MLA എന്നോട് പ്രത്യേകമായിട്ട് ഹരിപ്പാട് സ്റ്റേഷന്റെ കാര്യത്തിലുള്ള പരാതികൾ പറയുകയുണ്ടായി. ഞാൻ കേന്ദ്രമന്ത്രിയെ തന്നെ കണ്ട് അക്കാര്യത്തിൽ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ പുതിയ വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സ്റ്റോപ്പ് എന്തായാലും അനുവദിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ട് അത് കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിക്കുന്നത് MP-മാർക്ക് താല്പര്യത്തോടെ ഇതെടുത്താലും അവകാശവാദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന കാലമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവകാശമൊന്നും നമുക്ക് വേണ്ട, നമുക്ക് സ്റ്റോപ്പ് കിട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹരിപ്പാട് സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ദേശീയപാതയിലും MLA-യുടെ നല്ല സഹായകരമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങളിലും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ അവരുടെയൊക്കെ തന്നെ ഡിസൈനൊക്കെ തന്നെ നമ്മളുടെ സമയത്ത് അറിയുന്നില്ല.
ഡിസൈനിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട് മറ്റു പ്രദേശങ്ങളെ പോലെ അല്ലല്ലോ. ഇപ്പൊ കർണാടകത്തിലോ ഉത്തർപ്രദേശിലോ ചെയ്യുന്ന ഒരു റോഡ് ജോലി കേരളത്തിൽ വന്ന് ചെയ്യാൻ മെനക്കെട്ടാൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമുക്ക് രണ്ട് ഭാഗത്തും തിങ്ങിപ്പാർക്കുന്ന ജനവിഭാഗങ്ങൾ, അതും വലിയ സ്ഥലങ്ങളിലൊന്നുമല്ല, 2 സെന്റ് 3 സെന്റ് 4 സെന്റിലൊക്കെ പാർക്കുന്നവര്. ആരാധനാലയങ്ങൾ, മുക്കിന് ആരാധനാലയങ്ങളുണ്ട്. അത് ഒരാരാധന എല്ലാ വിശ്വാസങ്ങളുടെയും ആരാധനാലയങ്ങളുണ്ട്. ഇതൊക്കെ ബാധിക്കാത്ത രീതിയിൽ ഇതിന്റെ അലൈൻമെന്റ് നടത്തുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോയി. കാരണം അതിന് ഉത്തരവാദപ്പെട്ടവർ ശ്രദ്ധിച്ചിട്ടില്ല. ആ സമയങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ കോർഡിനേഷൻ ഉണ്ടാക്കേണ്ടതായിരുന്നു നടന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ എനിക്കുള്ള പ്രശ്നം വെച്ചാൽ അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ ദേശീയപാതയുണ്ട്, അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ റെയിൽവേയും ഉണ്ട്. രണ്ടും ഒരുപോലെ നിൽക്കുന്ന മണ്ഡലമാണ് ഈ മണ്ഡലം. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു അണ്ടർപാസ് അനുവദിച്ചാൽ തൊട്ടപ്പുറത്തുള്ള ആളുകൾ പറയും അവിടെ അനുവദിച്ചല്ലോ, ഇവിടെ എന്തുകൊണ്ട് പറ്റുന്നില്ല. എല്ലാവർക്കും വേണ്ടതാണ്, ആരും മോശക്കാരല്ല, ആരും അന്യായമല്ല പറയുന്നത്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് ഒക്കെ തന്നെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരമാവധി അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്താനും അവിടെ സമ്മർദ്ദം ചെലുത്താനും അതിൽ ഫോളോ അപ്പ് ചെയ്യാനും ഉള്ള പരിശ്രമങ്ങൾ പാർലമെന്റ് അംഗം എന്ന നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വിജയിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോഴും സമ്മർദ്ദത്തിലാണ് എന്നുള്ളത് കാര്യം സൂചിപ്പിക്കുക. രാമകൃഷ്ണ കാര്യത്തിൽ പലവട്ടം ഹരിപ്പാടിന്റെ കാര്യം നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്, ഹരിപ്പാട് അമ്പലത്തിൽ നിന്നും ഉത്സവ സമയത്ത് കൊണ്ടുപോകുന്ന യാത്രയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, രഥയാത്രയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാത്തിനും പൂർണ്ണ പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിലും കുറേയേറെ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ട് ഈ മംഗളകരമായ കർമ്മം നിർവഹിക്കാൻ അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുന്നു. ഹരിപ്പാടിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും MLA കണ്ണെത്തുന്ന പ്രദേശമാണ്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഏറ്റവും സജീവമായ സാന്നിധ്യമുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തിനും പറ്റിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ചെയ്യാൻ ബാക്കിയാക്കാത്ത വണ്ണം ഒരുപാട് കാര്യങ്ങൾ ഹരിപ്പാടിനോട് ചെയ്യും. കേരളത്തിലെ ഏത് പദ്ധതി വന്നാലും ഹരിപ്പാടേക്ക് നീക്കി വെച്ചിട്ട് അദ്ദേഹം വേറെ അവിടെ കൊടുക്കാറുള്ളൂ ആദ്യം. അപ്പോൾ ഞങ്ങളിപ്പോ 10 കൊല്ലമായിട്ട് പുറത്തിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികളിൽ പോയി ആ ഒരു ഫ്രീക്വൻസിയിൽ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ആൾക്ക് വിഷമാണ്. അന്ന് നടന്നല്ലോ, ഇന്നിപ്പോ നടക്കും, കാത്തിരിക്കുക, ഇതെല്ലാം നന്നായിട്ട് നടക്കും, കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഈ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ രാജ്യത്ത് തന്നെ. അപ്പൊ ആ സമയത്തൊക്കെ തന്നെ മണ്ഡലത്തിന്റെ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. അത് വികസനത്തിൽ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങളില്, ബുദ്ധിമുട്ടുകളില്, വേദനകളില് എവിടെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും പ്രോബ്ലം ഉണ്ടായാലും അവിടെ MLA സഹായം എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതിന് അദ്ദേഹത്തോട് പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം.